അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം തന്നെ യഥാർത്ഥത്തിൽ വിഴുങ്ങുന്ന രൂപത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൽ പൊതുവിൽ വരുന്നത്. മുമ്പെല്ലാം വർഗീയചേരികളെ എതിർക്കാൻ സെക്യുലറായി നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തകൻ ആ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി ഇന്ന് ഏറ്റവും വലിയ വർഗീയതയോടുകൂടെ കൂടിയേക്കാം എന്ന് വിചാരിക്കുന്ന രൂപത്തിലേക്ക് വരികയാണ്. ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്ന് രാജ്യത്ത് തത്വത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പാർട്ടി BJPയും RSSുമാണ്. RSSന്റെ താത്വികാചാര്യനായിട്ടുള്ള ഗുരുജി ഗോൾവൾക്കർ എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിന്റെ 20ാം ചാപ്റ്ററിൽ കൃത്യമായി നിർവചിക്കുന്നു ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കണം. അതിന് തടസ്സമായി നിൽക്കുന്ന 3 ഘടകങ്ങളാണ്. 1 ഇസ്ലാമികൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 കൂട്ടരെ ഉന്മൂലനാശം ചെയ്തെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്ന് ആശയം എഴുതി വച്ചിരിക്കുന്നതിനെ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് RSSന്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള BJP. അത് ഒരു സെക്യുലർ വീക്ഷണമുള്ള ഒരാൾക്ക് അത് നടപ്പാക്കാൻ വേണ്ടി ഒരു പാർട്ടിയിൽ ചേരുന്ന പറയുമ്പോൾ അത്തരൊരു പാർട്ടിയിൽ ചേരുമ്പോൾ അതിൻ്റെ യുക്തി എത്രയായാലും നമുക്ക് മനസ്സിലാവില്ല, അതിൻ്റെ ഔചിത്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്നലെ വരെ സെക്യുലറായി നിന്നിരുന്ന ഒരാളിന് അതിലേക്ക് എന്ന് കയറി സെക്യുലറായി നാടിനെ മാറ്റാമെന്ന് ധരിക്കുന്നത് എത്ര കണ്ട് ആളുകളെ വിഡ്ഢികളാക്കുന്ന ഒരു നീക്കമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് എവിടെ ശരിയാന്നുള്ളത്. അതിപ്പോൾ നമുക്കാർക്കും വേറൊന്നും പറയാൻ പറ്റില്ല.